ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തിക്ക് ശേഷം ഒരു വർഷത്തിനു ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. തെലുഗു സിനിമയായിട്ട് അന്യഭാഷാ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമ സെപ്റ്റംബർ 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു അപ്ഡേറ്റും സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. അതോടെ തന്നെ വ്യക്തമായതാണ് സിനിമയുടെ റിലീസ് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ സെപ്റ്റംബർ 27-ൽ നിന്നും ദേവര റിലീസ് കാരണം സിനിമയുടെ റിലീസ് മാറ്റിയതുപോലെ ഏറ്റവും അവസാനം പ്രഖ്യാപിക്കപ്പെട്ട സെപ്റ്റംബർ 7-ൽ നിന്നും സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് ബാക്കിയുണ്ട്, ഒപ്പം തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നിട്ടില്ല തുടങ്ങിയവയാണ് കാരണമായിട്ട് പറയുന്നത്. നവംബർ 1-ലേക്ക് സിനിമയുടെ റിലീസ് മാറ്റിയെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കൂ. ലക്കി ഭാസ്കർ റിലീസ് മാറ്റിവെക്കപ്പെട്ടതോടെ ഗോട്ട് എന്ന സിനിമ ആദ്യ ആഴ്ചയിൽ ഒരു വമ്പൻ സോളോ റിലീസിനായിട്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ ലോകമെമ്പാടും എത്തുന്നത് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഗോട്ട് എന്ന സിനിമയ്ക്ക് ഒരു തരത്തിലും ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ റിലീസ് ഭീഷണി അല്ലായിരുന്നു. കാരണം സെപ്റ്റംബർ 5-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഗോട്ട് എത്തിയതിനു ശേഷം സെപ്റ്റംബർ 7-ാം തീയതിയായിരുന്നു ലക്കി ഭാസ്കർ റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ ലക്കി ഭാസ്കർ കൂടി ഇല്ലാത്ത ഈ അവസ്ഥയിൽ നല്ല സ്ക്രീൻ കൗണ്ട് ഇനിയും സിനിമയ്ക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഗോട്ടിന്റെ ട്രെയിലർ ഇപ്പോഴും യൂട്യൂബിൽ തരംഗമായിട്ട് മുന്നേറുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് അപ്ഡേറ്റുകൾ കേട്ട്. ഇന്ന് വേട്ടയൻ എന്ന സിനിമയുടെ റിലീസ് തീയതി കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. രജനീകാന്ത് നായകനെത്തുന്ന സിനിമയുടെ റിലീസ് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ഒക്ടോബർ 10-ാം തീയതി തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമ കൂടിയാണ് വേട്ടയ്യൻ. രജനി ചിത്രത്തിന്റെ കൂടി റിലീസ് തീയതി പ്രഖ്യാപനത്തോടെ ഒക്ടോബർ 10-ാം തീയതി തമിഴ് സിനിമാ ലോകം ഗോട്ടിന് ശേഷം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമായിട്ട് മാറുകയാണ്. ഒക്ടോബർ 10-ാം തീയതി തന്നെയാണ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കങ്കുവ എന്ന ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമ. അതിലുപരി സൂര്യയുടെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ചിത്രം ഒക്ടോബർ 10-ാം തീയതി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണ്. ഇപ്പോഴത്തെ വേട്ടയൻ കൂടി റിലീസിൽ നിന്നും പിന്മാറാത്തത് കൊണ്ട് ആവേശകരമായ ബോക്സ് ഓഫീസ് പോരിനാണ് നാം തമിഴ് സിനിമാ ലോകത്ത് മാത്രമല്ല കേരള ബോക്സ് ഓഫീസിലടക്കം കാണാനായിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് മുതൽ തന്നെ സിനിമയുടെ ഈ ക്ലാഷ് റിലീസിനെ ചൊല്ലിയുള്ള ചർച്ചാ വിഷയം ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം സൂര്യയുടെ ഒരുപാട് വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന സിനിമ കൂടിയാണ് കങ്കുവ. ആ സിനിമയോടൊപ്പം എന്തിന് രജനി ചിത്രം റിലീസ് തീയതി പ്രഖ്യാപിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ കൂടി ക്ലാഷിനുണ്ടാകും. അത് കുഞ്ചാക്കോ ബോബൻ നായകനെത്തുന്ന അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബൊഗെയിൻ വില്ലയാണ്. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ കൂടി ഭാഗമാകുന്നു. അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഒക്ടോബർ 10-ന് റിലീസ് ചെയ്യുന്ന സിനിമകൾ തമ്മിൽ മത്സരം കടുക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.